ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റായ ജഗതി വാർഡ് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ കോൺഗ്രസിനുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കെ.വി. രാംകുമാർ പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് വികസന പ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങൾ ഈ വാർഡിലുണ്ട്. കൂടെ ഉണ്ടാകും, കൂടെ പിറപ്പായി അല്ലേ? അതാണ് നിങ്ങളുടെ ടാഗ്ലൈൻ. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചതേ വളർന്നതുമെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ കൂടെ പിറപ്പായി എന്ന് പറഞ്ഞത് ഇവരെ അമ്മയുടെ വയറ്റ് ജനിച്ചില്ല എന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ജനിച്ചത് കൊണ്ട് തന്നെ അവരുടെ കൂടെ എന്നും എല്ലാ കാലത്തും അവരുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കൂടെ പിറപ്പായി എന്ന് തന്നെ പറയുന്നത്. പിന്നെ ജഗതിയിലൊരു മാറ്റം വേണമെന്ന് പറയുന്നത് നിങ്ങൾ പിറകിലോട്ട് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 15 വർഷം കൊണ്ടുണ്ടായ നമ്മുടെ ജഗതിയുടെ നാശം. ഒരു വിളപ്പിൽശാല, പുതിയതായിട്ടൊരു വിളപ്പിൽശാല ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ അതിനൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമത്തിലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഘട്ടം വിജയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ആ സമരം നമ്മൾ 3ാം സ്ഥാനത്താണ് കേട്ടോ കഴിഞ്ഞ 5-10 വർഷമായിട്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു പ്രതിപക്ഷത്തെ പോലും ഇല്ലാതിരുന്നിട്ടും സമരം ചെയ്തും ഓഫീസുകൾ കയറി ഇറങ്ങിയും ഈ വിളപ്പിശാലയിൽ എന്ന് പറയുന്ന സംവിധാനത്തിലേക്കുള്ള വേസ്റ്റിനെ നമ്മൾ നിർത്തിച്ചു. നാട്ടുകാർ എല്ലാവരും സഹകരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു പാർക്കാക്കി മാറ്റുന്നുണ്ട്. ജോൺസൺ ജോസഫും വൈഷ്ണവ് സുരേഷും കെ.എസ്. ശബരിനാഥനും അടക്കമുള്ള സ്റ്റാർ പാനലിൻ്റെ കൂടെയാണ് മത്സരിക്കുന്നത്. എങ്ങനെയാണ്? ഇല്ല, ഞാൻ സ്റ്റാർ പാനലല്ല, ഞാൻ ഇവരുടെ ഇടയിലുള്ള സാധാരണക്കാരൻ മാത്രമാണ്. കാരണം എപ്പോഴും അവർക്ക് ചേട്ടാന്നോ അനിയാനൊക്കെ വിളിച്ചു വരുന്ന വെറും സാധാരണക്കാരൻ. അതുകൊണ്ട് തന്നെ സ്റ്റാർ പാനൽ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനോട് എനിക്ക് ഫീൽ ഇല്ല. പക്ഷേ ഇവരെ കൂടെ ചേർന്ന് നിന്ന് ആ രീതിയിൽ ഒരു ഒത്തൊരുമിച്ച് കൂട്ടായി പോകാനാണ് ആഗ്രഹം. എനിക്ക് ഒരു രാഷ്ട്രീയം ഞാൻ ഇവിടെ പറയാൻ താല്പര്യമില്ല. കാരണം രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഒരു വികസനം രീതി കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹമുള്ളത്. ബി.ജെ.പിയും സി.പി.എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവർ പ്രചരണവും തുടങ്ങിയിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഒരു മുഴം മുന്നേ കോൺഗ്രസ് സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രംഗത്തുണ്ട്. ഇതൊക്കെ വലിയ സഹായകമാകും വിജയത്തിന് വേണ്ടി എന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ പുതിയതായിട്ടുള്ള ആളല്ല, ഇവിടെ ജനിച്ച് വളർന്നതെന്ന നാട്ടുകാരനാണ്. കാരണം ഞാൻ സ്ഥാനാർത്ഥി ആയത് തന്നെ രാഷ്ട്രീയം നോക്കി സ്ഥാനാർത്ഥി ആയതല്ല. കാരണം ഇവരുടെ നാട്ടുകാരുടെ ഇടയിൽ ഞാൻ വളർന്നു വന്ന സമയത്ത് തന്നെ ഇവർ പറഞ്ഞു, കാരണം ഞാനൊരു പ്രൊഫഷണലായിട്ടൊരു ജോലി ചെയ്തുകൊണ്ട വ്യക്തിയാണ്. അപ്പം ഞാൻ അവർ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്, ചേട്ടൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലേക്ക് ഇവരുടെ ആവശ്യപ്രകാരം തന്നെ ഇറങ്ങി വന്നതാണ്. ഈ ജഗതിയിൽ ഒരു പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ തന്നെ. ജഗതിയിലെ വികസനം രാംകുമാർ കെ.വിയിലൂടെ യാഥാർത്ഥ്യമാകും, അങ്ങനെയാണോ? ജഗതിയിലെ വികസനം ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതായിരിക്കും. തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ജഗതിയിലെ UDF സ്ഥാനാർത്ഥി രാംകുമാർ കെ.വി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. CPM കളത്തിലിറക്കുന്നത് 4 ഏരിയ സെക്രട്ടറിമാരടക്കമുള്ളവരുടെ വലിയ പാനലാണ്. അതോടൊപ്പം ബി.ജെ.പിയും വലിയ മുൻനിര സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രചരണം തുടങ്ങിയിരിക്കുന്നു. അത് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് വാർഡിൽ നിന്ന് നമുക്ക് ദൃശ്യമാവുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.